ലോക കരൾ ദിനത്തോടനുബന്ധിച്ച് ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ പൊന്നി കൃഷ്ണൻ ജി സംസാരിക്കുന്നു. കരൾ രോഗങ്ങളെക്കുറിച്ചുള്ള അവബോധം പൊതുജനങ്ങളിൽ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ വർഷവും ഏപ്രിൽ 19 ആചരിക്കുന്ന ഒരു ആഗോള ആരോഗ്യ സംരക്ഷണ പരിപാടിയാണ് ലോക കരൾ ദിനം. കരൾ രോഗങ്ങളുടെ തീവ്രത, നേരത്തെയുള്ള കണ്ടെത്തൽ, പ്രതിരോധം എന്നിവയെക്കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കുന്ന പ്രവർത്തനങ്ങളിലാണ് ലോക കരൾ ദിനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നമ്മുടെ ആരോഗ്യവും സുപ്രധാന അവയവങ്ങളും പരിഗണിക്കുമ്പോൾ ഹൃദയം, ശ്വാസകോശം എന്നിവയായിരിക്കും ആദ്യം മനസ്സിൽ വരുന്നത്. ശരീരത്തിലെ രണ്ടാമത്തെ വലിയ അവയവമാണെങ്കിലും 500-ലധികം ആവശ്യ പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദിയാണെങ്കിലും കരൾ പലപ്പോഴും അവഗണിക്കപ്പെടുന്നു. ശരീരത്തിന്റെ നിശബ്ദ സംരക്ഷകൻ എന്ന് വിളിക്കപ്പെടുന്ന കരൾ രക്തത്തിലെ വിഷവസ്തുക്കളെ അരിച്ചെടുക്കുന്നു. ആവശ്യ പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കുക, അണുബാധകൾക്കെതിരെ പ്രവർത്തിക്കുക, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കുക, കൊളസ്ട്രോൾ നില നിയന്ത്രണ വിധേയമാക്കുക, രക്തത്തിലെ പ്രധാന പ്രോട്ടീനായ ആൽബുമിൻ, രക്തം കട്ടപിടിക്കുന്നതിനുള്ള ഘടകങ്ങൾ നിർമ്മിക്കുക, മരുന്നുകളെ പ്രവർത്തനക്ഷമമാക്കുക, മരുന്നുകളുടെ അളവ് രക്തത്തിൽ നിയന്ത്രിക്കുക, ഇതെല്ലാം കരളിൻ്റെ ചില പ്രവർത്തനങ്ങളാണ്. നാം കഴിക്കുന്നതും കുടിക്കുന്നതുമായ മരുന്നും ഭക്ഷണവും വെള്ളവും ഉൾപ്പെടെയുള്ളതെല്ലാം എത്തിച്ചേരുന്നതും കടന്നു പോകുന്നതും കരളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നാം പുലർത്തുന്ന ചെറിയ അശ്രദ്ധകൾ പോലും കരളിനെ കുഴപ്പത്തിലാക്കും. പ്രാരംഭഘട്ടങ്ങളിൽ പലപ്പോഴും ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാത്തതാണ് കരൾ രോഗങ്ങളെ നേരിടുന്നതിൽ നമ്മൾക്കുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. എന്നാൽ നേരത്തെയുള്ള പരിശോധനകളിലൂടെ കരൾ രോഗത്തെയോ രോഗസാധ്യതയോ തിരിച്ചറിയാമെന്നതും പ്രതിരോധിക്കാമെന്നതും യാഥാർത്ഥ്യമാണ്. ലോകമെമ്പാടുമായി കരൾ രോഗങ്ങൾ മൂലം പ്രതിവർഷം ഏകദേശം 20 ലക്ഷം പേർ മരിക്കുന്നുണ്ടെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. 2030 ആകുമ്പോഴേക്കും ഈ സംഖ്യ 35% വർദ്ധിക്കുമെന്ന് പ്രവചിക്കപ്പെടുന്നു. മോശം ഭക്ഷണശീലങ്ങൾ, അമിതമായ മദ്യപാനം, അമിതവണ്ണം, വൈറൽ അണുബാധകൾ, ജനിതകമായ കാരണങ്ങൾ എന്നിങ്ങനെ വിവിധ ഘടകങ്ങൾ കാരണം കരൾ രോഗങ്ങൾ ഉണ്ടാകാം. ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്ന കരൾ രോഗമാണ് ഫാറ്റി ലിവർ. ഇത് മദ്യപിക്കുന്നവരിലും മദ്യപിക്കാത്തവരിലും കാണുന്ന രോഗമാണ്. കരളിൽ നിശ്ചിത അളവിൽ, അതായത് 5%-ലധികം കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയെയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ദീർഘകാലം നിശ്ചിത അളവിൽ കൂടുതൽ മദ്യം ഉപയോഗിക്കുന്നവരിൽ കാണുന്ന ഫാറ്റി ലിവറിനെ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്നും, ഗണ്യമായ അളവിൽ മദ്യം ഉപയോഗിക്കാത്തവരിൽ കാണുന്ന ഫാറ്റി ലിവറിനെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്നുമാണ് പറയുന്നത്. ഇപ്പോൾ ആഗോളതലത്തിൽ ഇതിനെ മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ അസോസിയേറ്റഡ് സ്റ്റിയറ്റോട്ടിക് ലിവർ ഡിസീസ് അഥവാ MASLD എന്ന് പുനർനാമകരണം ചെയ്തിരിക്കുന്നു. പ്രായപൂർത്തിയായവരിൽ 3-1 ഫാറ്റി ലിവർ ഉണ്ടെന്നാണ് ആഗോളതലത്തിലെ പഠനങ്ങൾ കാണിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ ഗ്രൂപ്പുകളിലുള്ള പഠനങ്ങളനുസരിച്ച് 27.7 മുതൽ 88.6% വരെ ആൾക്കാരിൽ ഫാറ്റി ലിവർ കാണുന്നു. അമിതവണ്ണം, ഉയർന്ന കൊളസ്ട്രോൾ, പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൈപ്പോതൈറോയിഡിസം, ഹൃദയസംബന്ധമായ അസുഖങ്ങൾ എന്നിവ ഉള്ളവരിൽ ഫാറ്റി ലിവർ കാണപ്പെടുന്നു. അമിതവണ്ണമുള്ളവരിൽ മാത്രമല്ല, മെലിഞ്ഞവരിലും ഫാറ്റി ലിവർ കാണാറുണ്ട്. പ്രത്യേകിച്ച് ഏഷ്യൻ ജനതയിൽ ഈ അവസ്ഥ നിലനിൽക്കുന്നുണ്ടെന്ന് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ജനിതക വൈകല്യങ്ങൾ, ഇൻസുലിൻ പ്രതിരോധം, സാധാരണ ശരീരഭാരത്തിനുള്ളിൽ തന്നെ വയറിൽ അധികമായി കൊഴുപ്പടിഞ്ഞുകൂടുക, ചില മരുന്നുകളുടെ ഉപയോഗം എന്നീ അവസ്ഥകളിലാണ് ഇങ്ങനെ കൂടുതലായി കാണുന്നത്. എന്ത് കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഫാറ്റി ലിവർ ആണെങ്കിലും ഒരു നിശ്ചിത ശതമാനം ആളുകളിൽ ഇത് കാലക്രമേണ കരൾ വീക്കത്തിലേക്കും സിറോസിസിലേക്കും നയിക്കുന്നു. മിക്കവാറും ആൾക്കാരിൽ കരൾ രോഗങ്ങൾ പ്രാരംഭഘട്ടങ്ങളിൽ ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണിക്കണമെന്നില്ല. ചിലരിൽ അമിതമായ ക്ഷീണം, തളർച്ച, വയറിന്റെ വലതുവശത്ത് മുകൾ ഭാഗത്തായി നേരിയ വേദന അല്ലെങ്കിൽ വയറ് നിറഞ്ഞതായി തോന്നൽ എന്നിവ അനുഭവപ്പെടാം. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ ചിലർക്ക് വ്യതിയാനങ്ങൾ കണ്ടേക്കാം. എന്നാൽ കരൾ രോഗമുള്ള എല്ലാവരിലും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ വ്യത്യാസങ്ങൾ വരണമെന്നില്ല. സിറോസിസ് ആകുമ്പോൾ മാത്രമാണ് ലക്ഷണങ്ങൾ കാര്യമായി പ്രകടിപ്പിച്ചു തുടങ്ങുന്നത്. മഞ്ഞപ്പിത്തം, വയറിലുണ്ടാകുന്ന നീര് അഥവാ മഹോദരം, കാലുകളിലെ നീര്, രക്തം ഛർദ്ദിക്കുക, ഓർമ്മക്കുറവുണ്ടാകുക, വിശദീകരിക്കാനാകാത്ത ഭാരക്കുറവ്, പേശീക്ഷയം, രക്തസ്രാവം എന്നിവ കരൾ രോഗം അതിന്റെ ഗുരുതരാവസ്ഥയിൽ എത്തുമ്പോൾ മാത്രം കാണിക്കുന്ന ലക്ഷണങ്ങളാണ്. ഈ ഘട്ടത്തിൽ കരൾ മാറ്റിവെക്കുക മാത്രമേ മിക്കവാറും രോഗികളിൽ ഫലപ്രദമാകൂ. ഇവിടെയാണ് കരൾ രോഗങ്ങൾ നേരത്തെ കണ്ടുപിടിക്കുന്നതിനുള്ള പ്രസക്തി. അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ ഫാറ്റി ലിവർ കണ്ടുപിടിക്കാൻ കഴിയും. മിക്കവാറും വേറെന്തെങ്കിലും അസുഖങ്ങൾക്ക് വേണ്ടിയോ ഹെൽത്ത് ചെക്കപ്പിന്റെ ഭാഗമായോ സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും ഫാറ്റി ലിവർ കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ ഫൈബ്രോസ്കാൻ എന്ന നൂതന സാങ്കേതിക വിദ്യയിലൂടെ ലിവർ ബയോപ്സി ഇല്ലാതെ തന്നെ ലിവർ ഫൈബ്രോസിസ് അഥവാ കരൾ ചുരുക്കം, നീർക്കെട്ട് എന്നീ സങ്കീർണതകളിലേക്ക് പോയിട്ടുണ്ടോ എന്നറിയാനും കഴിയും. 2025 ലോക കരൾ ദിനത്തിന്റെ പ്രമേയം ഫുഡ് ഈസ് മെഡിസിൻ അഥവാ ഭക്ഷണമാണ് ഔഷധം എന്നതാണ്. സമീകൃതാഹാരം എങ്ങനെ രോഗങ്ങളെ തടയുമെന്നും കരളിന്റെ മികച്ച പ്രവർത്തനത്തെ പിന്തുണയ്ക്കുമെന്നതും ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് അത്യാവശ്യമാണ്.
നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണവും നമ്മുടെ കരളിൻ്റെ ആരോഗ്യത്തെ രൂപപ്പെടുത്തുന്നു. ഇന്നത്തെ ആരോഗ്യകരമായ മാറ്റങ്ങൾക്ക് കരൾ രോഗ സാധ്യത 50% കുറയ്ക്കാൻ കഴിയും. നമ്മുടെ ഭക്ഷണക്രമം നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുകയും നമ്മുടെ ജീവിതശൈലിയിൽ ചെറിയതും കൈവരിക്കാവുന്നതുമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുക എന്നതാണ് സ്വീകരിക്കാവുന്ന ഒരു പടി. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, മെലിഞ്ഞ പ്രോട്ടീനുകൾ എന്നിവ അടങ്ങിയ സമീകൃതാഹാരം രോഗം തടയാനും കരളിൻ്റെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കാനും സഹായിക്കുന്നു. കുട്ടികൾ അവരുടെ ആദ്യകാലങ്ങളിൽ കഴിക്കുന്ന ഭക്ഷണമാണ് അവരുടെ കരൾ ഉൾപ്പെടെയുള്ള ഭാവി ആരോഗ്യത്തിന് അടിത്തറയിടുന്നത്. അൾട്രാ പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ, അതായത് ബ്രെഡ്, ബിസ്ക്കറ്റ്, കേക്ക്, ചിപ്സ്, പേസ്ട്രീസ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവ കൂടുതലുള്ള ഭക്ഷണക്രമം പിന്നീട് പൊണ്ണത്തടി, ദഹനപ്രശ്നങ്ങൾ എന്നിവയിലേക്ക് നയിച്ചേക്കാം. ഇത് പിന്നീടുള്ള ജീവിതത്തിൽ കരൾ രോഗ സാധ്യത വർദ്ധിപ്പിക്കുന്നു. MASLD അഥവാ മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ അസോസിയേറ്റഡ് സ്റ്റീറ്റോട്ടിക് ലിവർ ഡിസീസ് കൈകാര്യം ചെയ്യുന്നതിനുള്ള ഏറ്റവും തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള ഭക്ഷണക്രമമാണ് മെഡിറ്ററേനിയൻ ഡയറ്റ്. കുറഞ്ഞ അളവിൽ സംസ്കരിച്ച ഭക്ഷണങ്ങൾ, കുറഞ്ഞ അളവിൽ പഞ്ചസാര, ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവ കഴിക്കുന്നതിലാണ് ഈ ഭക്ഷണക്രമം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. റെഡ് മീറ്റ്, പ്രോസസ്ഡ് മീറ്റ് എന്നിവ പരിമിതപ്പെടുത്തിക്കൊണ്ട് പച്ചക്കറികൾ, പഴങ്ങൾ, നട്ട്സ്, പയറുവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, കടൽ വിഭവങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഭാരക്കൂടുതലുള്ളവർക്ക് മാത്രമല്ല ഫാറ്റി ലിവർ ഒരു പ്രശ്നമാകുന്നത്. സാധാരണ ഭാരമുള്ളവരുടെ കരളിനെയും മോശം ഭക്ഷണക്രമം ബാധിച്ചേക്കാം. എന്താണ് കഴിക്കുന്നതെന്ന് ശ്രദ്ധിക്കുകയും നേരത്തെയുള്ള കണ്ടെത്തലിനായി പതിവായി കരൾ പരിശോധനകൾ നടത്തുകയും ചെയ്യാം. ജനിതക വ്യവസ്ഥ കാരണം ചിലർക്ക് കരൾ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ശരിയായ ഭക്ഷണക്രമം തിരഞ്ഞെടുക്കുന്നതിലൂടെയും കൃത്യമായ വ്യായാമം ചെയ്യുന്നതിലൂടെയും ആരോഗ്യ പരിശോധനകൾ ചെയ്യുന്നതിലൂടെയും ഒരു വലിയ പരിധിവരെ ഇതിനെ തടയാൻ കഴിയും. 90% കരൾ രോഗങ്ങളും തടയാൻ കഴിയുന്നതാണ്. ചെറിയ ജീവിതശൈലി മാറ്റങ്ങൾ ആരോഗ്യത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. കരളിന് അനുയോജ്യമായ ഭക്ഷണക്രമത്തിന് മുൻഗണന നൽകുക, അതായത് നാരുകളുടെ അളവ് വർദ്ധിപ്പിക്കുക, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ എന്നിവ ദഹനത്തെ പിന്തുണയ്ക്കുകയും കരളിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്നത് തടയുകയും ചെയ്യുന്നു. ആരോഗ്യകരമായ കൊഴുപ്പുകൾ തിരഞ്ഞെടുക്കുക. സംസ്കരിച്ച ഭക്ഷണങ്ങളിൽ കാണപ്പെടുന്ന ട്രാൻസ് ഫാറ്റുകൾക്ക് പകരം നട്ട്സ്, വിത്തുകൾ, മത്സ്യം, ഒമേഗ 3 അടങ്ങിയ കൊഴുപ്പ് എന്നിവ തിരഞ്ഞെടുക്കുക. ശരീരത്തിൽ ആവശ്യത്തിന് ജലാംശം നിലനിർത്താനായി ശ്രദ്ധിക്കുക. ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് കരളിലെ വിഷാംശം നീക്കം ചെയ്യാൻ സഹായിക്കുകയും ദഹനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. പഞ്ചസാരയും സംസ്കരിച്ച ഭക്ഷണങ്ങളും പരിമിതപ്പെടുത്തുക. ഉയർന്ന പഞ്ചസാരയുടെ ഉപയോഗം ഫാറ്റി ലിവർ രോഗം, ഇൻസുലിൻ പ്രതിരോധം, പൊണ്ണത്തടി എന്നിവയ്ക്ക് കാരണമാകുന്നു. നിങ്ങൾ എന്ത് കഴിക്കുന്നുവോ അതാകുന്നു നിങ്ങൾ എന്ന വാക്യം ശ്രദ്ധിച്ചാൽ ആഹാരത്തിൻ്റെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ആരോഗ്യകരമായ ഭാരം നിലനിർത്തുകയും കൃത്യമായ വ്യായാമത്തിൽ ഏർപ്പെടുകയും ചെയ്യുക. 30 മുതൽ 45 മിനിറ്റ് വരെ ആഴ്ചയിൽ 5 ദിവസമെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള എയ്റോബിക് എക്സസൈസ്, അതായത് നടക്കുക, ജോഗിംഗ് അല്ലെങ്കിൽ സൈക്ലിംഗ്, നീന്തൽ, അങ്ങനെ എന്തെങ്കിലും ഒരു വ്യായാമത്തിൽ ഏർപ്പെടാൻ ശ്രദ്ധിക്കുക. ശരീരഭാരത്തിൻ്റെ 5 മുതൽ 10% വരെയെങ്കിലും കുറയ്ക്കുന്നത് കരളിൽ അടിഞ്ഞിരിക്കുന്ന കൊഴുപ്പിൻ്റെ അളവിലും അതുപോലെ തന്നെ ഫൈബ്രോസിസിലും ഗണ്യമായ മാറ്റം വരുത്തും. അതുപോലെ മദ്യപാനം, പുകവലി എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുക. ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് എ എന്നിവയ്ക്കെതിരെ വാക്സിനേഷൻ എടുക്കുക. അനാവശ്യ മരുന്നുകളും വിഷവസ്തുക്കളും ഒഴിവാക്കുക. അതുപോലെ ഉയർന്ന അപകട സാധ്യതയുള്ള വ്യക്തികൾ, അതായത് പൊണ്ണത്തടിയുള്ളവർ, പ്രമേഹ രോഗികൾ, മദ്യപാനികൾ, പരമ്പരാഗതമായി കരൾ രോഗ സാധ്യതയുള്ളവർ എന്നിവർ കരൾ രോഗം നേരത്തെ കണ്ടെത്തുന്നതിനായി ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് പരിശോധനയും കരളിൻ്റെ ഫൈബ്രോസ്കാൻ പരിശോധനകളും നടത്തേണ്ടതാണ്. കരൾ രോഗത്തെ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കുക. നേരത്തെയുള്ള രോഗനിർണയവും ജീവിത ക്രമീകരണങ്ങളും ഈ അവസ്ഥയെ നിയന്ത്രിക്കുന്നതിലും ദീർഘകാല ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കും. ലോക കരൾ ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് ഡോക്ടർ പൊന്നി കൃഷ്ണൻ ജി. പ്രകാശധാര